1988 ജൂലൈ 8-നായിരുന്നു നാടിനെ ഞെടുക്കിയ ദുരന്തമുണ്ടായത്. ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് നിറയെ യാത്രക്കാരുമായിട്ടായിരുന്നു അന്ന് പെരുമണിലെത്തിയത്. ചാറ്റൽ മഴയ്ക്കിടെ കുതിച്ചെത്തിയ ട്രെയിനിൻ്റെ ഗട്ടുബോഗികൾ പെരുമൺ പാലത്തിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് പതിച്ചു. 105 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. പരിക്കേറ്റവർ 100-ലധികവും. പാലത്തിലേക്കെത്തിയ തീവണ്ടി ആടിയുലഞ്ഞപ്പോൾ ബ്രേക്ക് ചെയ്തുവെന്നാണ് ഡ്രൈവറുടെ മൊഴി. റെയിൽവേ നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ അപകട കാരണം ടൊർണാഡോ ആണെന്നായിരുന്നു കണ്ടെത്തിയത്. ചുഴലിക്കാറ്റ് തീവണ്ടി ബോഗികളെ ചുഴറ്റിയെറിയുകയായിരുന്നുവെന്നാണ് അന്വേഷണ കമ്മിറ്റിയുടെ വിശദീകരണം. എന്നാൽ റെയിൽവേയുടെ ഈ വാദം അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറല്ല. അപകടം നടന്ന സമയത്ത് നേരിയ കാറ്റുപോലും ഉണ്ടായിട്ടില്ലെന്ന് അവർ ഇപ്പോഴും ഓർക്കുന്നു. റെയിൽവേയുടെ അനാസ്ഥ മൂടിവെക്കാനായിരുന്നു ഇത്തരം അന്വേഷണമെന്നും ആരോപണമുണ്ടായി. ഒരു ദുരന്തം ഉണ്ടായാൽ ഒരു കാരണം വേണം. ഒരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ദുരന്തം ഉണ്ടാവൂ. അപ്പോൾ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായാലേ പറ്റൂ. അതിനുവേണ്ടി ഞങ്ങൾ ജൂലൈ 8-ാം തീയതി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാൻ പോവുകയാണ്. റെയിൽവേ ട്രാക്കിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനെത്തിയ ജീവനക്കാർ ഫിഷ് പ്ലേറ്റുകൾ ഇളക്കിയിട്ട് പോയതാണ് അപകടത്തിന് കാരണമെന്ന ആരോപണവും ഉയർന്നിരുന്നു. സമഗ്രമായ ഒരു അന്വേഷണത്തിന് അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യവും നാട്ടുകാർക്കുണ്ട്. 26 വർഷങ്ങൾക്ക് മുമ്പ് ദുരന്തത്തിലേക്ക് ചൂളം വിളിച്ചെത്തിയ ഐലൻഡ് എക്സ്പ്രസ് നാട്ടുകാർക്ക് ഇന്നും നടുക്കുന്ന ഓർമ്മയായി അവശേഷിക്കുന്നു. കിരൺ, മീഡിയ 1, കൊല്ലം.